നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള കോഴിയും കിഴവിയും എന്ന് പറഞ്ഞ പാഠഭാഗമാണ് വിശകലനം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇത് എഴുതിയിരിക്കുന്നത് അധ്യാപക കഥകളിലൂടെ പ്രശസ്തനായിട്ടുള്ള ശ്രീ കാരൂർ നീലകണ്ഠ പിള്ളയാണ്. നാട്ടിൻപുറത്തെ നന്മയും ആ ഒരു ഗ്രാമീണതയുടെ വിശുദ്ധിയുമെല്ലാമാണ് കാരൂർ നീലകണ്ഠ പിള്ളയുടെ പ്രധാനപ്പെട്ട തട്ടകം എന്ന് പറയുന്നത്. ഇവിടെയും ഗ്രാമീണതയുടെ നൈർമല്യവും അതുപോലെ തന്നെ സ്നേഹവും വിദ്വേഷവും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാട്ടിൻപുറത്തെ രണ്ട് കുടുംബങ്ങളുടെ സ്നേഹവും വിദ്വേഷവുമാണ് ഈ ഒരു കോഴിയും കിഴവിയും എന്ന് പറഞ്ഞ പാഠഭാഗത്തിന്റെ കഥാതന്തു. ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് ആക്ഷേപഹാസ്യം അടിവരയിട്ട് പറയുന്ന ഒരു കഥയാണ് കോഴിയും കിഴവിയും. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മത്തായിയും മാർക്കോസും അതുപോലെ തന്നെ മത്തായിയുടെ അമ്മയുമാണ്. നാട്ടിൻപുറത്തെ രണ്ട് കുടുംബങ്ങളാണ് മത്തായിയുടെയും മാർക്കോസിന്റെയും. മത്തായി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെയധികം രീതിയിൽ മാർക്കോസിന്റെ കുടുംബത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിന്റെ ഒരു വെറുപ്പും വിദ്വേഷവും മാർക്കോസിന് തിരിച്ചുമുണ്ട്. എന്നാൽ മത്തായിയുടെ അമ്മ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് രണ്ട് കുടുംബത്തോടും പെരുമാറുന്നത്. ഒരു കോഴി കൊല്ലപ്പെടുന്നതും അതേ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയിൽ പരാമർശിച്ചു പോകുന്നത്. ഇവിടെ കോഴി എന്നത് സമ്പത്തിന്റെയും കിളവി എന്നുള്ളത് മൂല്യത്തിന്റെയും പ്രതീകമായിട്ട് മാറുന്നു. കോഴി എന്ന് പറഞ്ഞ ഈ ഒരു ആദ്യം തന്നെ ഒരു കോഴി മരിച്ചു പോകുന്നുണ്ട്. ആരുടെ വീട്ടിലേതാണ്? മത്തായിയുടെ വീട്ടിലെ കോഴിയാണ് മരിക്കുന്നത്. മാർക്കോസിന്റെ മകൻ അറിയാതെ ഒരു കല്ലെടുത്തെറിയുമ്പോൾ അബദ്ധവശാലാണ് ആ കോഴി ചത്തുപോകുന്നത്. പക്ഷേ അതേ തുടർന്ന് മാർക്കോസിന്റെ കുടുംബത്തെ ഉപദ്രവിക്കാനായിട്ട് മത്തായി ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. കോഴി മരിച്ചത് കാണുമ്പോൾ കണ്ണു നിറയുന്നതിനേക്കാൾ വാ നിറയുന്നു, നാവിൽ വെള്ളമൂറുന്നു എന്നാണ് പറയുന്നത്. അതായത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ച് കപടമുഖം എടുത്തണിയുന്നു എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്നത്. കോഴിയും കിഴവിയും എന്നുള്ളൊരു ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കാം എന്നുള്ളൊരു ചോദ്യം വരാം. സമ്പത്തും മൂല്യവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ ഒരു കഥയിൽ പരാമർശ വിധേയമാകുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ കോഴി എന്നുള്ളത് സമ്പത്തിന്റെയും കിളവി എന്നുള്ളത് മത്തായിയുടെ അമ്മയാണ് കിളവി എന്ന് സൂചിപ്പിക്കുന്നത്. കിളവി എന്നുള്ളത് മൂല്യത്തിന്റെയും പ്രതീകമായിട്ട് മാറുന്നു. പലപ്പോഴും മൂല്യങ്ങളും ബന്ധങ്ങളും എല്ലാം തന്നെ പലതിന്റെയും മത്സരങ്ങളുടെ പേരിൽ നശിച്ചു പോകുന്ന ഒരു സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയാം. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്ര സ്വഭാവങ്ങൾ എല്ലാവർക്കും അവരുടേതായ ഒരു വ്യക്തിത്വം അവകാശപ്പെടാനുണ്ട്. അതുപോലെ തന്നെ കോഴിയും കിഴവിയും തമ്മിലുള്ള ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് കൂടി പറയുന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യന്റെ ഈ ഒരു മത്സര ബുദ്ധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മത്തായി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ മോശമായിട്ടാണ് മർക്കോസിനോട് പെരുമാറുന്നത്. മർക്കോസിന്റെ അപ്പനാണ് മത്തായിക്കും മത്തായിയുടെ അമ്മയ്ക്കും വീട് വയ്ക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അവര് നല്ല രീതിയിൽ വളരാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ അയാൾ മറന്നു പോവുകയാണ്. മർക്കോസിനെ ആ നാടിൽ നിന്ന് തന്നെ ഓടിക്കണം എന്നുള്ള ലക്ഷ്യമാണ് അയാൾക്കുള്ളത്. പക്ഷേ ഈ മർക്കോസിന്റെ ഈ ഒരു മത്സരബുദ്ധി ഉണ്ടെങ്കിൽ തന്നെയും മർക്കോസിനോട് സ്നേഹത്തോടു കൂടിയാണ് മത്തായിയുടെ അമ്മ പെരുമാറുന്നത്. അവർക്ക് ആ ഒരു പ്രതിബദ്ധത, പണ്ട് മർക്കോസിന്റെ അപ്പനാണ് വീടെല്ലാം വെച്ചു കൊടുത്തത്, അതിന് സഹായിച്ചത്, ആ ഒരു ഉള്ളിലെ സ്നേഹം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പിന്നെ അത്യാഗ്രഹം എന്നുള്ളത് വലിയ രീതിയിലുള്ള മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. ആ അത്യാഗ്രഹത്തെയും എല്ലാം തന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾക്കും അതുപോലെ തന്നെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയും മത്സരബുദ്ധിയോടുകൂടി അയൽപ്പക്കക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനയും ദ്രോഹവും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്പമൂല്യത്തോടുകൂടി എല്ലാവരോടും ജീവിതത്തിൽ നല്ല രീതിയിൽ പെരുമാറാനാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. 3 കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്ര നിരൂപണം ഈ സന്ദേശം വരാറുണ്ട്. അതുപോലെ തന്നെ തലക്കെട്ടിന്റെ ഔചിത്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് വരുന്ന കഥാപാത്ര നിരൂപണമാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം മർക്കോസ് എന്ന് പറഞ്ഞ കഥാപാത്രം. മർക്കോസ് എന്ന് പറഞ്ഞ കഥാപാത്രം വലിയ രീതിയിൽ സമ്പന്നനായിരുന്നു ആദ്യ കാലഘട്ടത്തില്. കാരണം മർക്കോസിന്റെ അപ്പൻ കാലാകാലങ്ങളായിട്ട് നല്ല ഭൂസ്വത്തുക്കൾ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള ആളാണ്. പക്ഷെ ഇന്ന് സമൃദ്ധിയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അയാൾ വഴിമാറിയിരിക്കുന്ന
പിന്നീട് തറവാടിത്തത്തിൽ അഭിമാനമുണ്ട്. തറവാട് എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടുകുടുംബമാണ്. ഒരുപാട് മക്കളുള്ള ആ ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ സന്തതിയായിട്ടാണ് മർക്കോസ് വന്ന് പിറക്കുന്നത്. ചേച്ചിമാരുടെ എല്ലാം കല്യാണം നടത്തി ആ കുടുംബം ആകെ മുടിയുകയാണ്. പക്ഷെ സ്വന്തം തറവാടിന്റെ ആ ഒരു അന്തസ്സിനും ആഭിജാത്യവും എപ്പോഴും തന്നെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന കഥാപാത്രമാണ് മർക്കോസ് എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നെ മർക്കോസിന്റെ അയൽപക്കക്കാരനായിട്ടുള്ള മത്തായിയോട് വലിയ സ്നേഹമൊന്നുമില്ല. മത്തായിയോട് എപ്പോഴും മത്തായിയാണ് പലപ്പോഴും ഉപദ്രവിക്കുന്നതെങ്കിൽ തന്നെയും അതിനൊട്ടും വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു സ്വഭാവ മഹിമയൊന്നും ആർക്കുണ്ടായിരുന്നില്ല, മർക്കോസിനുണ്ടായിരുന്നില്ല. അല്പം മത്സരബുദ്ധിയുണ്ട്, ആത്മാഭിമാന ബോധവും അയാൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്തായിയെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെയും മത്തായിയുടെ അമ്മയോട് നിറഞ്ഞ സ്നേഹമാണ്. സ്വന്തം അമ്മച്ചിയെ പോലെ തന്നെയാണ് ആ മനുഷ്യൻ പെരുമാറുന്നത്. അതുകൊണ്ടാണ് മത്തായി കള്ളക്കേസ് കൊടുത്തിട്ട് അവസാനം ജയിലിലേക്ക് പോകും വഴിക്ക് മത്തായിയുടെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് മർക്കോസ് ചെല്ലുന്നത്. അത്രത്തോളം ഒരു ബന്ധം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയാം. അതുപോലെ തന്നെ വഴക്കുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മില്. അത് അടുത്ത തലമുറയിലേക്ക് പകരുന്നത് അല്ലെങ്കിൽ അറിയാതെ പകർന്നു പോകുന്നത് തടയാനൊന്നും അയാൾ ശ്രമിക്കുന്നില്ല. കാരണം മത്തായിയുടെ മാർക്കോസിന്റെ മക്കൾ തമ്മില് ഇടയ്ക്ക് ചില പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പിണക്കങ്ങളല്ല, പക്ഷെ ചെറിയൊരു പിണക്കമാണെങ്കിലും അത് തടയിടാനൊന്നും ശ്രമിക്കാത്തൊരു കഥാപാത്രമാണ് ഏത് കഥാപാത്രം? മർക്കോസ് എന്ന് പറഞ്ഞ കഥാപാത്രം. അടുത്തത് മത്തായി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. നന്ദിയും കടപ്പാടുമില്ലാത്തൊരു കഥാപാത്രം. കാരണം ഒന്നുമില്ലാതെ ഇരുന്ന സമയത്ത്, ആരോരുമില്ലാത്തപ്പോൾ ഒരു തുണയായ ഒരു കുടുംബമാണ് മർക്കോസിന്റെ ഒരു കുടുംബം. മർക്കോസിന്റെ അപ്പനാണ് മത്തായിയെയും മത്തായിയുടെ അമ്മയെയും സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കയറി കിടക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി സ്ഥലം കൊടുത്തത്. അതിന്റെ നന്ദി ഒന്നും തന്നെ ഇന്നും മത്തായിക്ക് അവകാശപ്പെടാനില്ല. മാതാവിനോട് പോലും വളരെയധികം കാലുഷ്യത്തോടു കൂടിയാണ്. കാരണം നിഷ്കളങ്കയായിട്ടുള്ള പാവം ഒരു അമ്മയാണ്. ആ അമ്മയോട് പലപ്പോഴും ദേഷ്യത്തോടു കൂടി പെരുമാറാറുണ്ട്. മർക്കോസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തെല്ലാം തന്നെ ഭയങ്കര രൂക്ഷമായിട്ട് അയാൾ പ്രതികരിക്കുന്നുണ്ട്. മർക്കോസിന്റെ ആ ഒരു കുടുംബത്തെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരു കഥാപാത്രമാണ് മത്തായി. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും അയാൾക്കില്ല. ഈ നാട്, ഈ സ്ഥലവും ഉള്ള സ്ഥലവും കൂടി തനിക്ക് എഴുതി തന്നിട്ട് മർക്കോസിനെയും കുടുംബത്തെയും നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാനാണ് മത്തായി തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കേസ് കൊടുക്കുന്ന ആ ഒരു കോഴി അബദ്ധവശാലാണ് മർക്കോസിന്റെ പുത്രൻ ഈ മത്തായിയുടെ കോഴിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. അത് കഴിക്കുന്നത് മത്തായി തന്നെയാണ്. പക്ഷേ ആ സമയത്ത് പോലും അയാൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? അത് മർക്കോസിന്റെ തലയിൽ എങ്ങനെ കെട്ടിവെക്കാം. അങ്ങനെ കള്ളക്കേസ് കൊടുത്തുകൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മത്തായി എന്ന് പറഞ്ഞ ഈ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കോഴി അയാളുടെ അന്ന് രാത്രി ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അയാളുടെ തലയിൽ കോഴി ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് പറക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴി കഴിച്ചു, ഇറച്ചി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഈ കോഴിയെ വെച്ച് എങ്ങനെ മാർക്കോസിന് ഒരു പണി കൊടുക്കാം എന്നുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നു മത്തായി എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നീട് പ്രധാനപ്പെട്ട മൂന്നാമതൊരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം. ഗ്രാമീണതയുടെ പ്രതീകമാണ്. വളരെയധികം നിഷ്കളങ്കമുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കഥാപാത്രം. ജീവിതം അവരെ സംബന്ധിച്ച ഒരു പോരാട്ടമായിരുന്നു. കാരണം ഭർത്താവ് ചെറുപ്പത്തിലെ മരിച്ചുപോയി. പെട്ടെന്ന് വൈധവ്യത്തിലേക്ക് കടന്നു വീണ ഒരു മകനെയും പിടിച്ചുകൊണ്ട് അവർ പുതിയൊരു നാട്ടിലേക്ക് വരുന്നു. അന്ന് അവർക്ക് അഭയം കൊടുക്കുന്നത് മർക്കോസിന്റെ അപ്പനാണ്. അവരോടുള്ള സ്നേഹമുണ്ടായിരുന്നു. അന്ന് മുതൽ കഷ്ടപ്പെട്ടാണ് അവർ അല്പം പണം സമ്പാദിച്ചത് ഈ നിലയിൽ മത്തായിനെ ആക്കിയത്. പട്ടിണിയിലായിരുന്ന ഒരു കുടുംബത്തിന്റെ ജീവിതഭാരം മുഴുവൻ ഒറ്റയ്ക്ക് തോളേറ്റിക്കൊണ്ട് കുടുംബത്തെ പുലർത്തി പോന്ന ഒരു ആണിന് തുല്യമായിട്ടുള്ള കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ. അഭയം നൽകിയ കുടുംബത്തോട് എല്ലാ കാലഘട്ടങ്ങളിലും നിറഞ്ഞ ഒരു സ്നേഹമുണ്ടായിരുന്ന ഒരു കഥാപാത്രം. അതുപോലെ തന്നെ തൻ്റെ മകൻ വഴിവിട്ടു പെരുമാറുന്നതിൽ, വളരെ മോശമായിട്ട് മർക്കോസിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നതിൽ വലിയ ദുഃഖമുള്ള, അതിനെ എതിർക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മത്തായിയുടെ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം. അതുപോലെ തന്നെ കഥയുടെ അവസാനത്തിൽ മർക്കോസിനെ കുടുക്കാനായിട്ട് മത്തായി ചെയ്യുന്ന സൂത്രപ്പണികൾ, വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കുകയും മത്തായിയിൽ നിന്ന് മർക്കോസിനെ കേസിൽ നിന്നെല്ലാം തന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ. ഓരോ കഥാപാത്രങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. കഥാപാത്രത്തിന്റെ ഈ ഒരു തലക്കെട്ടിന്റെ ഔചിത്യം മനസ്സിലാക്കുക, പാഠഭാഗം നൽകുന്ന സന്ദേശം മനസ്സിലാക്കുക. നമ്മളാണെങ്കിൽ ഈ ഒരു പാഠഭാഗമൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ്, നമ്മളും അതേ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കണം. നല്ല മനസ്സോടുകൂടി അയൽപക്കക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവനെ സ്നേഹിക്കുക, സഹായിക്കാനായിട്ടുള്ളൊരു
എന്താണ് ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും പഴയ ചോദ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പാഠഭാഗത്ത് നിന്നൊരു 8 മാർക്കിന്റെങ്കിലും അല്ലെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിന്റെ വിശകലനവുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.